ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ബംഗാളിൽ നിന്ന് കൗതുകമുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. 3 BJP MP-മാർ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് അഭിഷേക് ബാനർജി. ഇന്ത്യ സഖ്യ നേതാക്കളെ അഭിഷേക് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ചില BJP MP-മാർ ഇന്ത്യ സഖ്യത്തോട് അടുക്കുന്നുവെന്നാണ് അവകാശവാദം. മഹാവികാസ് അഘാഡിയിലേക്ക് തിരികെ പോകണമെന്ന് NCP അജിത് പവാർ പക്ഷത്തും ആവശ്യമുയരുകയാണ്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. പക്ഷേ അംഗബലം കൂടുകയാണോ? തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാനാണ് തീരുമാനം. എന്നാൽ കൃത്യമായ സാഹചര്യം വരുമ്പോൾ, അവസരം വരുമ്പോൾ ഞങ്ങൾ വേണ്ടത് ചെയ്യുമെന്ന് ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരുന്നു. ആ അവസരത്തിലേക്ക് കാര്യങ്ങൾ ഉടനെയൊന്നും പെട്ടെന്ന് 1, 2, 3 മാസം കൊണ്ട് നീങ്ങുമെന്നൊന്നും ഇന്ത്യ സഖ്യം കരുതുന്നില്ല. എങ്കിലും ഈ അധികാരത്തിൻ്റെ ബലാബലം മാറുമ്പോൾ അത് മനസ്സിലാക്കി പല മാറ്റങ്ങൾ പല സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ ബംഗാളിൽ നേരത്തെയും BJP MP-മാർ രാജിവെച്ച്, BJP MLA-മാർ രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെ അധികാരത്തിൽ വലിയ മാറ്റം ബംഗാളിൽ വന്നിട്ടുണ്ട്. BJP വലിയ പിന്നാക്കം പോയി, വോട്ട് ശതമാനത്തിലും സീറ്റിലും ഒക്കെ പിന്നാക്കം പോയി. അതുകൊണ്ട് തന്നെ അവിടെ നിലനിൽക്കണമെങ്കിൽ തൃണമൂലിനൊപ്പം നിൽക്കണമെന്ന ചിന്ത BJP-ക്കാരിൽ വരുന്നോ എന്നതാണ് ചോദ്യം. അഭിഷേക് ബാനർജിയുമായി സംസാരിച്ചു എന്ന് പറയുന്നത് 3 BJP MP-മാരാണ്. അവർ വേണമെങ്കിൽ കൂടുതൽ ശക്തി ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് അഭിഷേക് ബാനർജി ഇന്ത്യ സഖ്യ നേതാക്കളെ അറിയിച്ചിരിക്കുന്നു. ഇത് ബംഗാളിലെ മാത്രം കാര്യമാണ്. മഹാരാഷ്ട്രയിലെ ചില BJP MP-മാർ ഇന്ത്യ സഖ്യ നേതാക്കളുമായി സംസാരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല അജിത് പവാർ പക്ഷത്ത്, NCPയുടെ അജിത് പവാർ പക്ഷത്ത് അവർ വലിയ തിരിച്ചടിയാണ് നേരിട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ. അവരുടെ പാർട്ടിയിൽ നിന്ന് ആവശ്യം ഉയരുന്നുണ്ട് തിരികെ ഇന്ത്യ സഖ്യത്തിലേക്ക്, NCP-യിലേക്ക് പോകണമെന്ന. ഇങ്ങനെ പലയിടങ്ങളിലും രാഷ്ട്രീയമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. BJP വലിയ ശക്തിയോടുകൂടി കൗതുകമുള്ള കാഴ്ചകളാണ് എന്തായാലും ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന്, പശ്ചിമ ബംഗാളിൽ നിന്നൊക്കെ. എന്തായാലും കണക്കുകളുടെ കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? എന്തായാലും ഒരു തരത്തിലുള്ള തിടുക്കവുമില്ല. കാത്തിരുന്ന് നോക്കി ആവശ്യമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാം. അതാണ് ഇന്ത്യ സഖ്യം ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത്. അപ്പോഴും KC പറഞ്ഞൊരു വാചകമുണ്ട്, യോഗത്തിന് ശേഷം കാത്തിരുന്നു കാണുമെന്നപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം.